അമ്മേ ചായ. അമ്മ അച്ഛനെ കാണാനില്ല. ഞാൻ ഹോസ്പിറ്റൽ റൂമിൽ ചെന്ന് നോക്കിയപ്പോ അച്ഛൻ അവിടെ ഇല്ല. എന്താ നീ പറഞ്ഞ അച്ഛനെ കാണാനില്ലെന്നോ? എടാ നമ്മളറിയാതെ അച്ഛൻ എങ്ങോട്ട് പോവാനാ? അച്ഛാ ഈ നാശം എന്താ ഇവിടെ? അമ്മ ഇവിടെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടല്ലേ? നിർത്തടാ. ഒരു പാവം പെൺകുട്ടിയെ ഇല്ലാത്ത കള്ളങ്ങ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നീ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നിനക്ക് എങ്ങനെ മനസ്സിലാവുന്നടാ? നീ എന്റെ മകനാണെന്ന് പറയുന്ന തന്നെ എനിക്ക് നാണക്കേടാ. അച്ഛൻ ഇത് എന്ത് ഭാവിച്ചാ? ഇവളീ കുടുംബത്തോട് എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്ന് അച്ഛൻ അറിയാമോ? ഇവളുണ്ടല്ലോ. എനിക്കൊന്നും കേക്കണ്ട. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എന്റെ മോളെ ഇവിടുന്ന് ഇറക്കി വിട്ടല്ലേ നീ? അച്ഛൻ ഞാൻ പറയുന്നൊന്നിക്കേ. ഒരു അക്ഷരം ഇനി മിണ്ടി പോരുത്. ഞാൻ ജീവനോടുള്ള കാലത്തോളം ദേ ഈ വീട്ടിലുണ്ടാവും എന്റെ മകളായിട്ട്. നിനക്ക് ഈ വീട്ടിൽ എന്തൊക്കെ അധികാരവും അവകാശം ഉണ്ടോ അതേ അവകാശം ദയക്കും ഉണ്ടാവും. പിന്നെ ഇനി ആരെങ്കിലും ഈ വീട്ടിൽ ഇവളെ എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ചു ഞാൻ അറിഞ്ഞ പിന്നെ ഞാൻ ഈ വീട്ടിൽ ഉണ്ടാകില്ല. ഓർത്തോ മോളെ? വാ. എന്റെ ഈശ്വര, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? അച്ഛൻ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ അവള് നമ്മൾ പുറത്താക്കിയതൊന്നും നമ്മൾ അച്ഛനെ അറിയിച്ചില്ലല്ലോ. അച്ഛന്റെ ഈ അവസ്ഥയിൽ എന്തെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ അച്ഛന്റെ ആരോഗ്യത്തെ ബാധിക്കും. ഇത് മനസ്സിലാക്കി അത് ആയുധമാക്കിയാണ് അവള് വീണ്ടും വന്നിരിക്കുന്നത്. അച്ഛനെ ആശുപത്രിയിൽ തനിച്ചായിരുന്ന സമയത്ത് അവൾ എന്തൊക്കെയോ കള്ളക്കഥകൾ പറഞ്ഞ് അച്ഛനെ വിശ്വസിപ്പിച്ചിട്ടുണ്ട്. അതെന്തായാലും ഉറപ്പാ. അല്ലെങ്കിൽ അച്ഛൻ എന്തായാലും ഇങ്ങനെ മാറില്ല. നമ്മളിനി എന്ത് ചെയ്യോ ഏട്ടാ? അവൾ അച്ഛൻ്റെ ജീവൻ വെച്ചാ കളിക്കുന്നത്. അച്ഛനിപ്പോഴും പൂർണ്ണമായിട്ട് അസുഖം മാറിയിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് അവൾ പുതിയ അടവുമായിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ അവൾ അധികം നാൾ ഇവിടെ വാഴ സമ്മതിക്കില്ല. മോനെ, നീ എടുത്തടി ഇപ്പൊ ഒന്നും ചെയ്യല്ലേ. അച്ഛന്റെ ആരോഗ്യത്തെ അത് ബാധിക്കും. അച്ഛനെ വിശ്വസിപ്പിക്കാൻ വലിയ പാടാണ്. കാര്യം അവൾ അത്രത്തോളം ഇൻവോൾവ് ആയിട്ടുണ്ട്. വിഷ്ണു എന്താ വീട് മാറിയപ്പോ എന്നോട് വരാണ്ടേ? അച്ഛൻ പറഞ്ഞു ആ വലിയ ബെഡ്റൂം എടുത്തോളാം. വിഷ്ണുവിന്റെ റൂമേ അധികം തുള്ളണ്ടതയാ. അച്ഛൻ്റെ അസുഖം മാറുന്ന വരേ ഉള്ളൂ നിന്റെ ഈ തുള്ളല്. നിനക്കെതിരെയുള്ള എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ട്. തെളിവോ? എന്ത് തെളിവ്? അതൊക്കെ ഇപ്പൊ വെറും കടലാസ് കഷ്ണങ്ങളല്ലേ. ഇപ്പൊ ഈ വീട്ടിൽ ആര് പറയുന്നത് അവന്റെ അച്ഛൻ കേൾക്കുന്നത്? നീയോ അതോ ഞാനോ? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചാ നിനക്കും നിന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ഇവിടെ ജീവിച്ചു പോവാം. അല്ലെങ്കിൽ 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 നീ എന്ത് ചെയ്യൂടി? അല്ലെങ്കിൽ നീയൊക്കെ കൂടെ എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കിയില്ലേ, അതേപോലെ നിന്നെ എല്ലാത്തിനും ഇവിടെ നിന്ന് ഞാൻ അടിച്ചിറക്കും. എന്നിട്ടേ ഇതേ ഇവിടെ നിന്ന് പോവുള്ളൂ. എന്താ മോളെ, എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടേ കോടികളെല്ലാം സ്വന്തമായിട്ട് അങ്ങ് അനുഭവിക്കാന്ന് വിചാരിച്ചോ? ഇപ്പൊ എന്തായി? അച്ഛനെ കള്ളം പറഞ്ഞ് പറ്റിച്ച് നീ ഇങ്ങോട്ടേക്ക് കയറി വന്നപ്പോ ഈ വീട്ടിന്റെ സർവാധികാരിയായെന്നാണ് നിന്റെ വിചാരം? സംശയം എന്താ? ഞാൻ വിചാരിച്ചാലേ ഒരൊറ്റ ഒപ്പമുണ്ട് നിങ്ങളൊക്കെ ഇവിടെ നിന്ന് പുറത്താക്കാൻ പറ്റും. അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ എവിടെയെങ്കിലും ജീവിച്ചാ നിനക്കൊക്കെ കൊള്ളാം. നീ കൂടുതൽ അഹങ്കരിക്കേണ്ടതേയാ. എന്റെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിനെ കൊന്നവളാ നീ. ആ പാപത്തിന്റെ ശമ്പളമേ നീ ഈ ജന്മം തന്നെ അനുഭവിക്കും. എന്റെ വഴിക്കെതിരെ വന്നു കഴിഞ്ഞാ നിന്റെ കുഞ്ഞിന്റെ വിധിയായിരിക്കും നിന്റെ. ജീവൻ പോലും ഉണ്ടാവില്ല എന്ന്. നീ എന്താടി ചെയ്യാ? എന്നെ കൊന്നുകളയാന്നാണ് നിന്റെ ഭീഷണി? ഇതേ എന്റെ അച്ഛന്റെ വീടാ. ആ, നിന്റെ ഒരച്ഛൻ അങ്ങനെ ആരുടെ കൂടെ നിൽക്കണമെന്ന് ഞാൻ കാണിച്ചു തരണോ നിനക്കിപ്പോ? അച്ഛാ, അച്ഛാ ഒന്ന് ഇങ്ങോട്ട് ഓടി വന്നേ അച്ഛാ. മോളെ ഇതെങ്ങനെ? അച്ഛൻ ഞാൻ ഒരു ചായ ചോദിച്ചേ ഉള്ളു അച്ഛാ. അതിനാവൾ എന്നോട് ഇങ്ങനെ. എടി നീ എന്നോട് ചെയ്തത് നിനക്ക് എങ്ങനെ തോന്നിയടി ചെയ്യേ? അച്ഛൻ ഞാനും ചെയ്തില്ല, അവൾ തനിയെ എടുത്ത്.
മിണ്ടിപ്പോകരുത്. ദേ ഈ വീട്ടിന്റെ മഹാലക്ഷ്മിയാണ്. അവളെ ദ്രോഹിക്കുന്നവരെ ഈ വീട്ടിൽ വേണ്ട. ഇന്ന് തന്നെ നിന്റെ കെട്ടിയോൻ ശ്യാമിനെ വിളിച്ചിട്ടെ നിന്റെ വീട്ടിൽ പോയി നിൽക്കാൻ നോക്ക്. അച്ഛൻ ഞാൻ പറയട്ടെ, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ അസുഖത്തിന്റെ പേരും പറഞ്ഞല്ലേ നീ ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഇന്ന് തന്നെ പോകണം, മനസ്സിലായില്ല? ഇപ്പൊ നീ കണ്ടല്ലോ നിന്റെ ആ ചാട കൂടെ നിന്നേന്നൊക്കെ. മര്യാദയ്ക്ക് ഇവിടെ നിന്നാ ഈ അടുക്കളയിൽ കിടന്നുള്ള കഞ്ഞെങ്കിലും കുടിച്ച് ജീവിക്കാം. എന്റെ അച്ഛന്റെ പണം തിന്നാൻ വന്ന നീ എന്ന വിഷപ്പാമ്പിനെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിട്ടെ എനിക്കിനി മറ്റെന്തോന്നു. ശരി, കാണാം. കാണാം. അമ്മ ഇനി വല്ലാണ്ട് ബുദ്ധിമുട്ടണ്ട. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോ ഞാനും കൂടെ ഉണ്ടല്ലോ. ഈ താക്കോലേ ഇനി എന്റെ ഇരുന്നോട്ടെ. ദയാ, നീ വൈഷുവിനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നോക്കി. അച്ഛനെ മോനെ നീ ശത്രുക്കളാക്കി. ഇനിയിപ്പൊ നിനക്ക് എന്നെ കൂടെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലേ സ്വസ്ഥതയാവൂല്ലേ? അയ്യോ, അമ്മയെ ഞാനായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലേ അച്ഛനത് വിഷമമാവില്ലേ? അതുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ ഇവിടെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഒരു മൂലയിലങ്ങ് ഇരുന്നോളണം. ഇനി ഈ വീട്ടിന്റെയും അലമാരയുടെ ഒക്കെ താക്കോലേ എന്റേലായിരിക്കും. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാല് ഞാൻ എടുത്തു തരാം. പോരെ? ഡി, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വീട്ടിൽ താമസമായുള്ള അടി. എന്റെ ഭർത്താവിനെ പറ്റിച്ചേ ഇവിടെ കയറിക്കൂടെ നീ അങ്ങനെ ഇവിടെ അധികാരം സ്ഥാപിച്ച് ജീവിക്കാന്നൊന്നും വിചാരിക്കണ്ട. അയ്യോടാ, അമ്മ പറഞ്ഞ ഈ അച്ഛനുണ്ടല്ലോ ഇപ്പൊ ഞാൻ പറയുന്ന മാത്രമേ കേൾക്കുള്ളൂ. അതുകൊണ്ട് അധികം സംസാരിച്ചേ അച്ഛനെ കൊണ്ട് ഇവിടെ നിറക്കി വിടിപ്പിക്കരുത് കേട്ടോ. മര്യാദയ്ക്ക് ഇവിടെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഒരു മൂലക്ക് ഇരുന്നോളാം കേട്ടോ നാളെ. എന്റെ ക്ഷമ പരീക്ഷിക്കാൻ വേണ്ടിയാണ് നീ എന്റെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ ആടുന്നത്. നീ ഇപ്പൊ ഈ കളിക്കുന്ന നിന്റെ ഈ എട്ടത്താപ്പ് നാടകം ഉണ്ടല്ലോ, അതെന്തെങ്കിലും അച്ഛൻ മനസ്സിലാക്കും. അന്ന് തീരും നിന്റെ ഈ അഹങ്കാരം. ഓ, മനസ്സിലാക്കിയിട്ട് അതെല്ലാം കൂടെ പോയി മനസ്സിലാക്കിപ്പിച്ചിട്ട് അങ്ങേരിതൊക്കെ അറിഞ്ഞിട്ട് നീ എന്താക്കാനാ വിഷ്ണു? അങ്ങേരെ ഹാർട്ടേ ഇപ്പൊ തന്നെ 50% വർക്ക് ചെയ്യുള്ളൂ. ഇനി ഈ മഹാസത്യം നീ അവിടെ പെഴുന്നളിക്കേണ്ട താമസം. അത് കേട്ട ബാധി കേൾക്കാത്ത ബാധി അങ്ങേരെ ബാക്കി കാട്ടിവിടെ പോവും. പിന്നെ ഈ സാമ്രാജ്യം മുഴുവൻ ആരുടെയാ? നീ എന്റെ അല്ലേ? പറഞ്ഞ അയ്യോ അച്ഛാ, അച്ഛാ ഓടി വരണേ, ഇയാളെ എന്നെ ഉപദ്രവിക്കുന്നേ അച്ഛാ. എന്താണ് അവിടെ? നിനക്ക് ഇനിയും മതിയായില്ലേ? നിങ്ങളവിടെ ജീവിക്കാൻ സമ്മതിക്കില്ലേ? അച്ഛാ, ഞാൻ വിഷ്ണു, നിന്റെ കയ്യിരിപ്പ് കുറച്ച് കൂടുന്നുണ്ട്. ഇനിയെങ്കിലും ഇവിടെ സങ്കടപ്പെടുത്തരുത്. ഞാൻ മകനെന്നുള്ള കാര്യം ഞാൻ മറക്കും, പറഞ്ഞേക്കാം. മോള് വാ. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ ഷാ. അവളിപ്പോൾ അച്ഛൻ്റെ ജീവൻ വെച്ചാ കളിക്കുന്നത്. എന്നെ അവള് അച്ഛൻ്റെ മുമ്പിൽ വെച്ച് നാണം കെടുത്തി. അമ്മയുടെ വൈശ്വര്യ കാര്യം അതിനേക്കാളും കഷ്ടത്തില. അവൾ എൻ്റെ കുഞ്ഞിനെ കൊന്നതാ. അവളെ വെറുതെ വിടാൻ പറ്റില്ല. അച്ഛന് ദേഷ്യം വന്നാൽ ഹാർട്ടിന് താങ്ങില്ല. അത് അച്ഛൻ്റെ ആരോഗ്യത്തിന് ബാധിക്കും. അതാണ് എൻ്റെ പേടി. അങ്കിളിൻ്റെ ഹെൽത്ത് കണ്ടീഷനാണ് ദിയയുടെ ഏറ്റവും വലിയ ആയുധം. നമ്മൾ സത്യം തെളിയിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവൾ അങ്കിളിനെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യും. നമ്മൾ വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. എന്താ എൻ്റെ പ്ലാൻ? അവർക്കും അതുപോലെ തിരിച്ചൊരു പണി കൊടുക്കണം. അപ്പോഴവൾ പഠിക്കും. അങ്കിളിനിപ്പോ എങ്ങനെയുണ്ട്? മോനെ, കുഴപ്പമില്ല മോനെ. മോളുള്ളതുകൊണ്ട് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നു. അച്ഛ മെഡിസിൻ എടുത്തല്ലേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോൾ റെസ്റ്റ് എടുക്ക്. അച്ഛൻ്റെ ലാസ്റ്റ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു. ശ്യാം, നീ ഇത് വായിക്കും. ഇതെന്താ? വായിക്കും.
അച്ഛൻ്റെ ബ്ലോക്ക് അപ്പം ഇനി സർജറി ചെയ്യാൻ പറ്റില്ല. എന്ത് പറ്റി വിഷ്ണു? അച്ഛൻ എന്താ പറ്റിയേ? അങ്കിളുടെ ഹാർട്ടിൻ്റെ പമ്പിങ് വളരെ വീക്കാണ്. ഇപ്പം മെഡിസിൻസിൻ്റെ സഹായത്തോടെയാണ് അങ്കിൾ ജീവിക്കുന്നത്. ഏറെപ്പോയ 1 മാസം. നമ്മുടെ ഭാഗത്തുനിന്ന് അങ്കിളിന് സ്ട്രെസ് ഉണ്ടാകുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ വിഷ്ണു, അങ്കിള് ബാക്കി വെച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഉടനെ ചെയ്തു തീർക്കാൻ പറയണം. പ്രത്യേകിച്ച് സ്വത്തിൻ്റെ കാര്യം. വൈശു, ഹലോ വക്കീലേ, ഞാനതേയാ. കാര്യങ്ങളെ നമ്മൾ വിചാരിച്ച പോലെയല്ല. ആ കളവേന് 1 മാസം കൂടെ പോവുള്ളൂ. നമുക്ക് അതിനു മുമ്പ് എല്ലാത്തിനും തീരുമാനം ഉണ്ടാക്കണം. ആ വിഷ്ണുവിനും തള്ളയ്ക്കൊന്നും ഒന്നും ചെയ്യാനുള്ള അവസരം നമ്മൾ കൊടുക്കരുത്. വക്കീൽ നാളെ രാവിലെ തന്നെ ഇങ്ങോട്ട് വരണം, കേട്ടോ? ശരി. നിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയിടി. ഏട്ടാ, അവള് വക്കീലിനെ വിളിച്ചു കഴിഞ്ഞു. നാളെ രാവിലെ വക്കീലെത്തും. കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെയാണ് പോകുന്നത്. മോനെ, അമ്മയ്ക്ക് പേടിയാവണം മോനെ. അച്ഛൻ ഇതൊക്കെ കണ്ട. അമ്മ പേടിക്കാതിരിക്കേ. അച്ഛനിപ്പോൾ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിപ്പിക്കാൻ വേറെ ഒരു വഴിയില്ല. പിന്നെ ഞാൻ അച്ഛൻ്റെ ഡോക്ടറിനെ വിളിച്ച് സംസാരിച്ചായിരുന്നു. അച്ഛൻ്റെ ആരോഗ്യം ഇപ്പം ബെറ്റർ ആണെന്നാണ് പറയുന്നത്. അമ്മ ടെൻഷനാവും. നമ്മൾ എന്തായാലും ഈ കാര്യത്തിൽ ജയിച്ചിരിക്കും. ആ വിഷ്ണു, ഇത് കണ്ടോ? നിന്റെ അച്ഛൻ എനിക്കിപ്പോൾ ഇത് ഒപ്പിട്ട് തരും. പിന്നെ നീയും ഇവളും ഇവളെ കെട്ടിയവനും നിന്റെ അമ്മയെ വിളിച്ചോണ്ട് ഇറങ്ങിക്കോളണം. അദ്ദേഹം അച്ഛൻ സുഖമില്ലാതിരിക്കുക. ഈ സമയം തന്നെ നിനക്ക് സ്വത്ത് എഴുതി വാങ്ങണോ? നിനക്ക് അച്ഛൻ്റെ ജീവനേക്കാളും വലുതാണോ നിനക്ക് ഈ സ്വത്ത്? സംശയം എന്താ? നിന്റെ അച്ഛൻ ചത്താൽ എനിക്ക് ഈ പണം വേണം. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ അച്ഛനെ ഇപ്പം ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ. മാഡം, അച്ഛനെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഒപ്പിട്ട് വാങ്ങായിരുന്നു. ശരി, അകത്താണേ. അച്ഛാ, ചായ കുടിച്ചായിരുന്നോ? കുടിച്ചു മോളെ. അതെ, പുറത്തേ അമ്മയും വിഷ്ണുവും കൂടെ എന്തൊക്കെയോ പ്ലാനിങ്ങില്ല. പിന്നെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കാശൊക്കെ വേണമല്ലോ. അത് കിട്ടണമെങ്കിൽ ഈ വീട് വസ്തുവൊക്കെ എൻ്റെ പേരിലാക്കണം എന്നാ വക്കീൽ പറയുന്നു. അച്ഛൻ നോക്കിക്കേ. മോളെ, അവരെ ഒഴിവാക്കിട്ടോ? അച്ഛൻ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. അവരൊക്കെ അച്ഛൻ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അച്ഛയിൽ ഒപ്പിട്ടെ. അങ്കിൾ അതിൽ ഒപ്പിടരുത്. അത് പറയാൻ നീ ആരാ? ഇറങ്ങിപ്പോടാ അവിടുന്ന്. വയസ്സും കാലത്ത് നീ അച്ഛനൊരു സമാധാനം കൊടുക്കില്ലേ? ശ്യാം, നീ എന്തിനാ ഇവിടെ ശല്യം ചെയ്യുന്നത്? ഒപ്പിടാനാ എന്റെ തീരുമാനം. അങ്കിൾ 1 മിനിറ്റ്. നീ ശരിക്കും അങ്കിളിനെ സ്നേഹിക്കുന്നതോട് തന്നെയാണ് ഇതൊക്കെ സ്വന്തമാക്കുന്നത്? അതെ, പിന്നല്ലാതെ. എന്നല്ലേ അങ്കിൾ ഒപ്പിടുന്നുണ്ട്. 1 മിനിറ്റ്, ഞാനൊരു ഓഡിയോ കേൾപ്പിച്ചു തരാം. അങ്കിൾ അത് കേട്ടിട്ട് അങ്കിളിന് തീരുമാനിക്കാം. കാര്യങ്ങളെ നമ്മൾ വിചാരിച്ച പോലെയല്ല. ആ കളവേന് 1 മാസം കൂടെ പോവുള്ളൂ. നമുക്ക് അതിനു മുമ്പ് എല്ലാത്തിനും തീരുമാനം ഉണ്ടാക്കണം. ആ വിഷ്ണുവിനും തള്ളയ്ക്കൊന്നും ഒന്നും ചെയ്യാനുള്ള അവസരം നമ്മൾ കൊടുക്കരുത്. വക്കീൽ നാളെ രാവിലെ തന്നെ ഇങ്ങോട്ട് വരണം, കേട്ടോ? ആ ശരി. ഇത് കണ്ടു. ഈ വീടും വസ്തു സ്ഥലമൊക്കെ എൻ്റെ പേരിലൊന്നും ആയിക്കോട്ടെ. അത് കഴിഞ്ഞാൽ ഓടിച്ചിറക്കും ഞാൻ ഇവിടെ നിന്ന് എല്ലാത്തിനെയും. വൈഷ്ണവിയുടെ കുഞ്ഞിനെ വരെ കൊന്നത് ഇവിടുത്തെ അവകാശികളുടെ എണ്ണം കൂടാതിരിക്കാനാ. 2 തുള്ളി ഓയില്ല അവളെ ഞാൻ മുകളിൽ താഴെ ഇട്ടത്. അതുവരെ ഇത്രയും കാലം ആരും അറിയാതെ കൊണ്ടു എനിക്ക് പറ്റൂല. ദൈവമേ, ഞാൻ കണ്ടതൊക്കെ അച്ഛാ, ഇതൊക്കെ വിഷ്ണു എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഫേക്ക് വീഡിയോസാ. ഇനി നിന്റെ മുതല കണ്ണീരൊന്നും ഇവിടെ ചെലവാവില്ലടി. അച്ഛനെ ഒന്ന് വിശ്വസിക്കച്ചാ. എന്റെ ഭാര്യ മക്കളെയും തമ്മിൽ ശത്രുക്കളാക്കി നീ എന്നെ ചതിക്കുകയെന്നല്ലേ? ഈ വീട്ടിൽ ഇനി നിന്നെ കണ്ടുപോരുത്. ഇപ്പോ ഈ നിമിഷം നീയും നിന്റെ വക്കീലും ഇറങ്ങിക്കോണം ഈ വീട്ടിൽ നിന്ന്.
ഇറങ്ങടി വെളിയില്. എടി ഇറങ്ങ. ഓ അപ്പൊ എല്ലാരും എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒന്നും ഒളിക്കണ്ടല്ലോ. അതേടോ, താഴ്ന്നു നടന്ന് തന്റെ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഇതൊക്കെ ചെയ്തത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിന്നെ ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ ഇറക്കി വിട്ടതാ, എന്നിട്ട് നാണമില്ലാതെ കയറി വന്നിരിക്കുന്നു. എടി, നിന്റെ പേരിൽ സ്വത്ത് എഴുത്താണെന്ന് അച്ഛൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഞാനും എൻ്റെ അമ്മയും നടത്തിയ നാടകമായിരുന്നു. കാരണം നീ അത് ഒളിച്ചിരുന്ന് കേൾക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. വൈഷ്ണവിനെ ഇവിടെ കൊണ്ടുവന്നതും എൻ്റെ ഐഡിയയാണ്. അവൾ ഇവിടെ നിന്നിട്ട് നീ പോലും അറിയാതെ നിനക്കെതിരെ തെളിവുണ്ടാക്കി. എൻ്റെ വൈഷ്ണവിൻ്റെ കൊച്ചിനെ പോലും നീ കൊന്നുകളഞ്ഞില്ലേടി. നിന്നെ ഇറങ്ങി പോടി ഇവിടെ നിന്ന്. ഇറങ്ങി. അതെ, ഈ വീട് സ്വത്തൊക്കെ എന്റെ മാത്രം. അത് വാങ്ങാൻ ഇനിയും വരും. ഇവിടെ ഒറ്റയെടുത്ത് സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കൂല. എന്നോട് ക്ഷമിക്കും മക്കളെ. കൺമുന്നിൽ കണ്ട സത്യം തിരിച്ചറിയാതെ പോയി. സാരമില്ല, നിങ്ങൾ ആ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ, ഞങ്ങൾക്കത് മതി.